നമസ്കാരം, ഞാൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ. കട്ടപ്പനയിലെ ഒരു ജയൻ്റെ കട്ട ആരാധകനായിരുന്ന ഒരാളുടെ സ്വപ്നം നടക്കാതെ പോയി. അയാൾ സിനിമാമോഹിയായിരുന്നു. അയാൾ നടക്കാത്ത തൻ്റെ സ്വപ്നം മകനിലൂടെ നിറവേറ്റാൻ വേണ്ടിയിട്ട് മകനെ സിനിമ നടനാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. അതാണ് സിദ്ദിഖ ചെയ്യുന്ന കഥാപാത്രം. ജയനോടുള്ള ആരാധന കൊണ്ട് ജയൻ്റെ കൃഷ്ണൻ നായർ എന്നാണ് ജയൻ്റെ ശരിക്കുള്ള പേര്. അപ്പോൾ ആ പേരും മകന് ഇടുകയാണ് പുള്ളി. കൃഷ്ണൻ നായർ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. കിച്ചു എന്ന് വിളിക്കും. हर इंसान एक्टर बनना चाहता है पर बनता कोई कोई है. സിനിമാമോഹികളായിട്ടുള്ള ഇന്നത്തെ യുവതലമുറയിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ അവരിലൊരു പ്രതിനിധിയാണ് ഈ സിനിമയിലെ കിച്ചു എന്നുള്ള എൻ്റെ കഥാപാത്രം. സിനിമാമോഹമൊക്കെ ആയിട്ട് നടക്കുമ്പോൾ ഉണ്ടാവണ ചില ഇൻസിഡൻറ്റുകളും അവൻ്റെ ജീവിതവും ഒക്കെയാണ് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. അതിന്റെ അടുത്ത പടത്തിൽ വേഷം തന്നെ പൊരിക്കും ഞാൻ. ഈ ചെറുക്കനൊക്കെ എന്തോരം കുത്തിവെച്ചാലും ഒടുക്കത്തെ ഗ്ലാമറ. നീ അച്ഛൻ മകൻ ബന്ധവും ഒരു സൗഹൃദത്തിൻ്റെ ആ ഒരു ലൈനിൽ ഈ സിനിമ പോകുന്നുണ്ട്. രണ്ട് നായികമാരുണ്ട്, പ്രയാഗ മാർട്ടിനും ലിജോ മോളും. അവരൊക്കെ ഞങ്ങൾ ഉദ്ദേശിച്ച അതേ, ഞങ്ങൾ മനസ്സിൽ കണ്ട അതേ കൃത്യമായിട്ട് ആ അന്വരിയാണ് പ്രയാഗ മാർട്ടിൻ. അഴകേ അഴകേ നനു നനവീഴും മഴയേ, അതേ അളവിലാണ് കനി എന്ന് പറയുന്ന കഥാപാത്രം ലിജോ മോൾ ചെയ്തിരിക്കുന്നത്. ഓലമെടലോ അത് മയിൽപീലിയാ. ഇതിനൊരു ടാഗ് ലൈൻ പറഞ്ഞിരിക്കുന്നത് കുറവുകൾ കൂടുതലുള്ളവൻ്റെ കഥ. ആ ഒരു ടാഗ് ലൈൻ ഉണ്ടാക്കിയതാണ്. ആദർശിക്കയാണ് ലാസ്റ്റ് അങ്ങനെ ഒരു ടാഗ് ലൈൻ ഇട്ടത്. കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ടാഗ് ലൈനാണ്. ഞങ്ങൾ എഴുതിയതല്ല, അത് ആദർശിക്ക പറഞ്ഞതാണ്. ഈ സിനിമ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ പോസ്റ്ററൊക്കെ വരുന്നതിനെക്കുറിച്ച് ആസ് ആൻ ആക്ടർ എനിക്കൊരു ആശങ്കകളുണ്ടായിരുന്നു. കാരണം നമ്മൾ മനസ്സിലുള്ള നായക സങ്കല്പത്തിന് പറ്റിയ ഒരാളല്ല ഞാനെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഞങ്ങളുടെ കഥാപാത്രവും അങ്ങനത്തെ അല്ല. ഇതിന് പോസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ച് പോലും എൻ്റെ മനസ്സിലിങ്ങനെ ചില ആശങ്കകളുണ്ടായിരുന്നു. അപ്പോൾ ആളുകളത് കാണുമ്പോൾ എന്ത് തോന്നും, ഞാനിങ്ങനെ നിൽക്കുന്ന പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ ഇതിനൊക്കെ പോകണോ എന്ന് ആളുകൾ ചിന്തിക്കുമെന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ടാഗ് ലൈനൊക്കെ ഇട്ടതോടുകൂടി, കുറവുകൾ കൂടുതലുള്ളതിൻ്റെ കഥ എന്ന് പറയുന്നതോടുകൂടി പിന്നെ അത് അങ്ങോട്ട് മാച്ചാണ്. പിന്നെ ഇനി ആർക്കും വേണമെങ്കിലും നിൽക്കാമല്ലോ പോസ്റ്ററിൽ. അത് കണ്ടപ്പോൾ എനിക്കും ഹാപ്പിയായി. ഋത്തിക് റോഷൻ്റെ ആരാധകർ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഋത്തിക് റോഷനെ. അതെന്തുകൊണ്ടാണ് ഈ പേര് അങ്ങനെ ഈ സിനിമയ്ക്ക് ടൈറ്റിലായിട്ട് വന്നതെന്നുള്ളത് സിനിമ കാണുന്നതായിരിക്കും നല്ലത്. അത് കാണുമ്പോഴേ അതിൻ്റെ ഒരു രസമുള്ളൂ. ഇക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ശരിക്കും സ്വന്തം ചേട്ടനെ പോലെയാണ്. ഞങ്ങൾ നാദർഷിക്കയുടെ ആദ്യ സിനിമ, ഞങ്ങളുടെയും ആദ്യ സിനിമ അമറക് പ്രാന്തോണി, അത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തും ചർച്ച ചെയ്തും ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല റാപ്പോയാണ്. അത് ഭയങ്കര ആ ഫ്ലെക്സിബിലിറ്റി ഈ സിനിമയിൽ ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ദിലീപേട്ടൻ്റെ ഇൻവോൾവ്മെൻറ്റ്, നാദർഷിക്കയും ദിലീപേട്ടനും തമ്മിലുള്ള ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. ഇക്ക പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപേട്ടന് ഓക്കേടാ എന്ന ആ ഒരു ലൈനിലാണ്. ദിലീപേട്ടനും സ്ക്രിപ്റ്റ് കേട്ടതാണ്, ദിലീപേട്ടനും ഭയങ്കര ഇഷ്ടമായതാണ് സ്ക്രിപ്റ്റ്. അങ്ങനെയാണ് അവരും പ്രൊഡ്യൂസറായത്. ഞങ്ങളുടെ അമറിൻ്റെ പ്രൊഡ്യൂസറായിരുന്ന ഡോക്ടർ സക്കറിയ തോമസും ഉണ്ട്. 3 പേരും ചേർന്നിട്ടാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. സെറ്റിൽ വന്നിരുന്നു ദിലീപേട്ടൻ. പലരും ചോദിച്ചതെന്ന് പറഞ്ഞാൽ ദിലീപേട്ടൻ ഈ സ്ക്രിപ്റ്റിലൊക്കെ ഇടപെട്ടോ, എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നെ ആദർശിക്ക പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, അവരെന്താണോ എഴുതിയത് അത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇക്കയും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി ജയിലിൽ കിടന്നത് ബ്രിട്ടീഷുകാരുടെ ബാത്റൂമിൽ ഒളിക്യാമറ വെച്ചതിനല്ല. ഞങ്ങൾ 6ാം ക്ലാസ് തുടങ്ങിയുള്ള പരിചയമാണ്. ഒരുമിച്ച് മിമിക്രി സ്റ്റേജുകളിൽ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരുമിച്ച് കോമഡി സ്കിറ്റുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ഒരുമിച്ച് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അമർ എഴുതുന്നത്, അമറക് പ്രാന്തോണി എഴുതുന്നത്. അങ്ങനെ ഒരുമിച്ച് എഴുതുന്നതുകൊണ്ട് അത് നല്ലതാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പല കാര്യങ്ങളും ചർച്ച ചെയ്ത് എഴുതുമ്പോൾ കൂടുതൽ റിഫൈൻഡ് ആവുമല്ലോ. ഇപ്പോൾ ഇപ്പം ഞാൻ കാണാത്ത ചില ലൂപ്പ് ഹോൾസ് ബിബിൻ കാണും. ബിബിൻ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ പെടും. അതും കൂടിയൊക്കെ അടച്ചടച്ച് പോകുമ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയവും വേണം ഞങ്ങൾക്ക്. കാരണം പൊതുവെ വലിയ എഴുത്തുകാരെ പോലെ എഴുതാനുള്ള ഇതൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും
ചർച്ച ചെയ്തും തല്ലുപിടിച്ചും ഒക്കെയാണ് ഒരു സീൻ കംപ്ലീറ്റ് ചെയ്യണം തന്നെ. അങ്ങനെ എല്ലാ സീനുകളും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൺവിൻസിങ് ആണ്, ഓക്കെ ആണെന്ന് വരുമ്പോഴേ ഞങ്ങളത് ഓക്കെ വെക്കാറുള്ളൂ. അവൻ ഫോട്ടോജനിക്കാണ്. എന്താണ് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരെ അഭിനയിക്കാറുണ്ടാ. അഭിനയിക്കാൻ വേണ്ടി തന്നെയാണ് സിനിമയിൽ ആദ്യമായിട്ട് വന്നതും എല്ലാം. എഴുത്തിലേക്ക് പിന്നീട് യാദൃശ്യമായിട്ട് വരികയാണ് ഉണ്ടായത്. അങ്ങനെയാണ് അമർ അക്ബർ അന്തോണി സംഭവിക്കുന്നത്. പക്ഷെ ആ സിനിമ എഴുതുമ്പോൾ അതിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാനും ബിബിനും ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഋതിനൊക്കെ ചേർന്ന് അഭിനയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് എഴുതുന്നത്. സോറി ചേട്ടാ. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കണം? അല്ല ഞാൻ കണ്ടില്ല പെട്ടെന്ന്, അതാണ്. എന്ത് കണ്ടില്ല? അത് സോറി ചേട്ടാ, ഞാൻ കണ്ടില്ല. വണ്ടി ഇവിടെ കുത്തിക്കിട്ടാ നീ സോറി എന്ന് പറയണ? അല്ല ഞാൻ പെട്ടെന്ന് എടുത്തപ്പോ നീ ശ്രദ്ധിച്ചില്ല. പെണ്ണ് കേട്ടാ? പൈസ ഇങ്ങോട്ട് തരാം. വേണ്ട ചേട്ടാ, ഇത് പിന്നെ ആരും നോക്കുന്നത്? വേണ്ട ചേട്ടാ. പൈസ ചേട്ടാ പൈസ എടുക്കാൻ. വേണ്ടെന്ന് പറഞ്ഞല്ലടാ പന്നി. സോറി. പക്ഷെ അത് സംഭവിച്ചു വന്നപ്പോൾ നാദർഷക്ക പറഞ്ഞു, ചേട്ടാ ഇത് ഈ സിനിമ ആരെങ്കിലും കാണണ്ടേ, എൻ്റെ ആദ്യത്തെ സിനിമയാണ്, നിങ്ങളുടെ ആദ്യത്തെ സിനിമയാണ്, അത് വലിയൊരു വേറൊരു ഓൾറെഡി ആളുകൾക്ക് അറിയുന്ന താരങ്ങളാണെങ്കിലാണ് ഇത് ആളുകൾ കാണാൻ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളും അതിനോട് പിന്നെ അത് തീർച്ചയായിട്ടും അങ്ങനെ മതിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ വലിയ ഒരു താരനിര അതിനു വേണ്ടി വന്നതും. ദൈവാനുഗ്രഹിച്ചത് നന്നായിട്ട് പോയി. അതിനുശേഷം എഴുതുമ്പോൾ ഞങ്ങൾക്ക് തന്നെ പിന്നെ ഞങ്ങളെ വെച്ചിട്ട് എഴുതാൻ തോന്നിയിട്ടില്ല. പൃഥ്വിരാജിനേക്കാളൊക്കെ താഴ്ത്തുള്ള ആർട്ടിസ്റ്റുകളൊന്നും പറ്റില്ല, അത് ലൈനിലാണ് ഞങ്ങൾ ഈ സിനിമ എഴുതിയത്. പക്ഷേ ഈ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ നാദർഷക്ക പറഞ്ഞു, ഈ കഥാപാത്രത്തിന് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ആൾ നീയാണ്, അപ്പോൾ ഇത് നീ ചെയ്താൽ മതി എന്ന് നാദർഷക്ക ഒരു ഡിസിഷൻ എടുക്കുകയായിരുന്നു. നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. അത് ഞങ്ങൾ മാത്രം ആഗ്രഹിച്ചാൽ പോരാ, നിങ്ങളും കൂടെ വിചാരിക്കാം. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വാവ് മൊമെൻ്റായിരുന്നു. നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും ഉണ്ട്. കലാരംഗത്ത് ഞങ്ങളുടെ സാധനം എന്ന് പറഞ്ഞാൽ മിമിക്രിയിലാണ് നമ്മൾ തുടങ്ങിയത്. മിമിക്രി സ്കൂൾ യുവജനോത്സവങ്ങളിലൊക്കെ ചെറുപ്പം മുതലേ ഉണ്ട്. ഹയർ സെക്കൻഡറി യുവജനോത്സവത്തിൽ സംസ്ഥാന തലത്തിൽ മിമിക്രിക്ക് എനിക്ക് 1ാം സമ്മാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ആദ്യമായിട്ട് പത്രത്തിലൊരു ഫോട്ടോ ഒക്കെ വരുന്നത്. അതിനുശേഷമാണ് നിഷാദ് ഖാൻ എന്ന് പറയുന്ന പരിചയമുള്ള ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ സിബി മലയിൽ സാറിൻ്റെ പടത്തിലേക്ക് ഒരു ചെറിയ വേഷം ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ച് അവിടെ ചെന്നിട്ടാണ് ആദ്യമായിട്ട് സിനിമയിലൊരു വേഷം ചെയ്യുന്നത്. അടുത്തതും ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. അഭിനയിക്കാനായിട്ട് ഈ സിനിമ ഇതും ഇങ്ങനെ സംഭവിച്ചതാണ്. അതുപോലെ അടുത്തത് അഭിനയിക്കാനേക്കാളും മുമ്പ് ഇപ്പം ഞങ്ങൾക്ക് എഴുതാനായിട്ടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഞാനും ഇവനും കൂടി അത് എഴുതാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാൻ ഹാപ്പിയാണ്. മീൻസ് നമ്മൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഫോട്ടോഷോപ്പിൽ ചെയ്തേക്കണേ. അത് നാദർഷക്കൊക്കെ അത് ഓക്കെയാണ്. ഇക്ക ഹാപ്പിയാണോ ഇല്ലയോ എന്നുള്ള കാര്യം എൻ്റെ ടെൻഷൻ. ഇക്കയ്ക്ക് വളരെ ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ് എഴുതേണ്ട കാര്യമുള്ളൂ എന്ന് ഞങ്ങൾക്ക് മുൻപേ ഒരു ധാരണയുണ്ട്. അങ്ങനെയാണ് അമർ അക്ബർ അന്തോണി എഴുതിയത്. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഹ്യൂമറും അങ്ങനെയുള്ള സീനുകളൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയത്. ഈ സിനിമയിലും അതുപോലെ തന്നെ ഞങ്ങൾക്കിപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ കാണാൻ പോയാൽ നമുക്ക് എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിലുള്ളത്. മാതൃഭൂമിയിലൂടെ ഇത് കാണുന്ന എല്ലാവരും കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സിനിമ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. നീ പോയിക്കടാ. മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആ